സനാതനധർമ്മം എന്താണെന്നും അതിൻ്റെ ആരാധനാലയങ്ങളായ ക്ഷേത്രങ്ങൾ എന്താണെന്നും കൃത്യമായി മനസ്സിലാക്കിയിരിക്കണം. ആ സനാതനധർമ്മത്തെ ലോകത്തിന് മനസ്സിലാക്കാൻ ലോകത്തിന് അത്ഭുതകരമായ പുസ്തകങ്ങൾ കൊടുത്തു ഭാരതം. അത് ഏറ്റവും വലിയ സംഭാവന ചെയ്തയാൾ വേദവ്യാസൻ എന്ന മഹാനാണ്. ജനിച്ചത് കൃഷ്ണദ്വൈപായനൻ. തൊലി കറുത്ത ആളായതുകൊണ്ട് കൃഷ്ണൻ എന്ന് വിളിച്ചു. ദ്വീപിൽ ജനിച്ചതുകൊണ്ട് ദ്വൈപായനൻ എന്ന് വിളിച്ചു. പക്ഷേ കൃഷ്ണദ്വൈപായനൻ ആദ്യമായി സനാതനധർമ്മത്തിൻ്റെ ഏറ്റവും ഉയർന്ന പുസ്തകങ്ങളായ വേദങ്ങളെ സമാഹരിച്ചെടുത്തു. ഋഗ്വേദത്തെ 10542 ശ്ലോകങ്ങൾ സമാഹരിച്ചു. യജുർവേദത്തെ 1975 ശ്ലോകങ്ങൾ സമാഹരിച്ചു. സാമവേദത്തെ 1545 ശ്ലോകങ്ങൾ സമാഹരിച്ചു. അഥർവവേദത്തെ 7000 ശ്ലോകങ്ങളിൽ സമാഹരിച്ചു. 21000 ശ്ലോകങ്ങളിലായിട്ട് വേദവ്യാസൻ 4 വേദങ്ങളെ കമ്പൈൽ ചെയ്തു. വേദങ്ങളെ വ്യസിച്ചവനായതുകൊണ്ട് കൃഷ്ണദ്വൈപായനൻ്റെ പേര് മാറി വേദവ്യാസൻ എന്ന് വിളിച്ചു. ആ വേദവ്യാസൻ അത് കഴിഞ്ഞിട്ട് വേദാന്ത അന്ത്യങ്ങൾ കുറിക്കുന്ന ഗ്രന്ഥങ്ങളെന്ന രീതിയിൽ ഉപനിഷത്തുകൾ എഴുതി. 108 പ്രധാന ഉപനിഷത്ത്, എല്ലാം കൂടി 1078 ഉപനിഷത്ത്, എല്ലാം കൂടി 22000 ഉപനിഷത്ത്. പ്രസിദ്ധമായ പുരാണങ്ങളുണ്ട്. അതിലെ 17ാമത്തെ പുരാണമാണ് നിങ്ങൾ ഈ ക്ഷേത്രത്തിൽ ബ്രഹ്മാണ്ഡ പുരാണം വായിക്കുന്നത്. സാധാരണ ക്ഷേത്രങ്ങളിൽ ഒന്നുകിൽ ശ്രീമദ് ഭാഗവതം എടുത്ത് പറയും, അല്ലെങ്കിൽ ദേവി ഭാഗവതം പറയും, ഇല്ലെങ്കിൽ ശിവപുരാണം പറയും, അല്ലെങ്കിൽ ഭഗവത്ഗീത സപ്താഹം നടത്തും, ഭഗവത്ഗീത ജ്ഞാനയജ്ഞം നടത്തും. ഈ 4 പുസ്തകങ്ങൾക്ക് അപ്പുറത്തായി സാധാരണ ക്ഷേത്രങ്ങളിൽ മറ്റ് പുരാണങ്ങൾ എടുത്ത് സപ്താഹം നടത്താറില്ല. അതുകൊണ്ട് തന്നെ ബ്രഹ്മാണ്ഡ പുരാണം എന്ന മഹത്തായ പുരാണത്തെ എടുത്ത് വ്യാഖ്യാനിക്കാനും പഠിക്കാനും ശ്രമിച്ച പള്ളിക്കുപ്പുറം ക്ഷേത്രത്തിൻ്റെ അംഗങ്ങളെ പ്രത്യേകം അഭിനന്ദിക്കാൻ ഈ അവസരം ഞാൻ വിനിയോഗിക്കുകയാണ്. അപ്പോൾ ബ്രഹ്മാണ്ഡ പുരാണം പഠിക്കണമെങ്കിൽ ആദ്യം പുരാണം എന്താണെന്ന് അറിഞ്ഞിരിക്കണം. പുരാണം എന്താണെന്ന് വേദവ്യാസൻ കൃത്യമായി നിർവചിച്ചിട്ടുണ്ട്. സർഗഞ്ച പ്രതിസർഗഞ്ച വംശോ മന്വന്തരാണി വംശാനുചരിതം ചൈവ പുരാണോ പഞ്ചലക്ഷണം. ബ്രഹ്മാണ്ഡ പുരാണം ആണെങ്കിലും കൊള്ളാം, ശ്രീമദ് ഭാഗവതം ആണെങ്കിലും കൊള്ളാം, ദേവീഭാഗവതം ആണെങ്കിലും കൊള്ളാം, ഏത് പുരാണം എടുത്താലും പുരാണത്തിന് 5 ഭാഗങ്ങളാണ്. ഒന്ന് സർഗഞ്ച, ഈശ്വരൻ ഈ ഭൂമിയിൽ എന്തെല്ലാം സൃഷ്ടിച്ചു. ഈശ്വരൻ പസവിസന്ദ്രം ഉണ്ടാക്കി, ഹിമാലയപർവ്വതം ഉണ്ടാക്കി, നദികളുണ്ടാക്കി, ഗംഗാനദി ഉണ്ടാക്കി, സസ്യശ്യാമളമായ കേരളത്തെ സൃഷ്ടിച്ചു. ഇതൊക്കെ ദൈവം ഉണ്ടാക്കിയതാണ്. പ്രതിസർഗഞ്ച, ഈശ്വരൻ ഉണ്ടാക്കിയത് കൂടാതെ മനുഷ്യൻ എന്തെല്ലാം സൃഷ്ടിച്ചു കൊടുത്തേ. മനുഷ്യൻ ചിലപ്പോൾ ഇന്ദ്രപ്രസ്ഥം പണിഞ്ഞു, അവൻ ഹസ്തരവണം പണിഞ്ഞു. അങ്ങനെ ഈശ്വരൻ്റെ സൃഷ്ടിയെ നമ്മൾ ഇമ്പ്രൂവ് ചെയ്തു കുറേ ഭാഗത്ത്. വേറെ ചില ഭാഗത്ത് നമ്മൾ യുദ്ധം നടത്തി, കുരുക്ഷേത്ര യുദ്ധം നടത്തി, പല ലക്ഷക്കണക്കിനാളെ കൊന്ന് ആ ഭൂമിയിൽ ഒരു സംഗതിയും വളരാത്തവണ്ണം നാശിപ്പിച്ച് കളഞ്ഞു. ഞാൻ കുരുക്ഷേത്രത്തിൽ ചെന്നു. സസ്യങ്ങൾ പോലും വളരാത്ത മണ്ണാക്കി മാറ്റിക്കളഞ്ഞു കുരുക്ഷേത്രം. മനുഷ്യൻ അങ്ങനെ നശിപ്പിച്ചു. കുരുക്ഷേത്രം പണ്ട് ഭയങ്കര വയലായിരുന്നു. അതാണ് ആ പരുവത്തിന് മനുഷ്യനാക്കിയത്. അപ്പോൾ സർഗഞ്ച എന്ന് പറഞ്ഞാൽ ഈശ്വരൻ എന്തെല്ലാം സൃഷ്ടിച്ചു, പ്രതിസർഗഞ്ച മനുഷ്യൻ എന്തെല്ലാം സൃഷ്ടിച്ചു. അപ്പോൾ സർഗഞ്ചയും പ്രതിസർഗഞ്ചയുടെ കൂട്ടിയാൽ ഇംഗ്ലീഷ് ഭാഷയിൽ നമ്മൾ പറയും കോസ്മോഗണി. എങ്ങനെയാണ് ഈ കോസ്മോസ്, ഈ ലോകം ഉണ്ടായത്? കോസ്മോഗണി, അതാണ് 1ാം ഭാഗം. 3ാമത് സർഗഞ്ചയം പ്രതിസർഗഞ്ചയം കഴിഞ്ഞാൽ വംശോ. പുരാണത്തിൽ ഒരാളുടെ പേര് പറഞ്ഞാൽ അപ്പോഴയാളുടെ വംശാവലിഞ്ഞ് വരും. രാമായണത്തിലെ ശ്രീരാമചന്ദ്ര ഭഗവാന്റെ പേര് പറഞ്ഞാൽ അപ്പോഴേ പുരാണം പറയും. മനുവിൻ്റെ വംശപരമ്പരയിൽപ്പെട്ട, ഇക്ഷ്വാകുവിൻ്റെ വംശപരമ്പരയിൽപ്പെട്ട, കൊണ്ടുവന്ന ഭാഗീരഥൻ്റെ വംശപരമ്പരയിൽപ്പെട്ട, സത്യചക്രവർത്തിയാണെന്ന ഹരിചന്ദ്രൻ്റെ വംശപരമ്പരയിൽപ്പെട്ട, സാഗരൻ്റെ വംശപരമ്പരയിൽപ്പെട്ട, ആദ്യമായി റോക്കറ്റ് ഉണ്ടാക്കി ശൂന്യാകാശത്ത് ഒരു സാറ്റലൈറ്റ് ഉണ്ടാക്കി അവിടെ ഇരുന്ന തൃശങ്കുവിൻ്റെ വംശപരമ്പരയിൽപ്പെട്ട, ദിലീപിൻ്റെ വംശപരമ്പരയിൽപ്പെട്ട, രഘുവിൻ്റെ വംശപരമ്പരയിൽപ്പെട്ട ദശരഥൻ്റെ മകൻ ശ്രീരാമൻ ഒറ്റയടിക്ക് 42 തലമുറ. അതാണ് വംശോ എന്ന് പറയുന്നത്. ഇംഗ്ലീഷിൽ പറഞ്ഞാൽ ക്രോണോളജിക്കൽ ഓർഡറിൽ എന്താ സംഭവിച്ചെന്ന് പറയും. 4ാമതെന്താണ്? മന്വന്തരാണി. ലോകത്തിൽ 14 മന്വന്തരങ്ങളുണ്ടെന്നാണ്
പറയുന്നത്, പുരാണ നിഘണ്ടു അങ്ങനെയാണ് പറയുന്നത്. പക്ഷേ ബംഗാളിൽ നിന്നിറങ്ങിയ ഒരു ഭാഗവതമുണ്ട്. ആ ഭാഗവതത്തിൻ്റെ 10-ാം അധ്യായത്തിൽ 71 ചതുരയുഗങ്ങളുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്. 71 ചതുരയുഗം. പക്ഷേ നോർമലായിട്ട് ഹിന്ദുക്കൾ വിശ്വസിക്കുന്നതല്ല ഈ 71 ചതുരയുഗം. 14 മന്വന്തരങ്ങളിൽ 7-ാമത്തെ മന്വന്തരത്തിലാണ് നിങ്ങൾ ഞാൻ ജീവിക്കുന്നത്, വൈശ്വത മന്വന്തരം. വൈശ്വതൻ എന്ന് പറഞ്ഞാൽ സൂര്യഭഗവാൻ. സൂര്യഭഗവാന്റെ സോളാർ സിസ്റ്റത്തിൽ മനുഷ്യൻ താമസിക്കുന്ന കാലഘട്ടമാണ് നമ്മൾ ജീവിക്കുന്ന കാലഘട്ടം. ഒരു മന്വന്തരത്തിന് 4 കാലങ്ങളുണ്ട്: കൃതയുഗം, ത്രേതായുഗം, ദ്വാപരയുഗം, കലിയുഗം. കലിയുഗം തീരുമ്പോൾ വീണ്ടും കൽക്കി വന്നിട്ട് ദുഷ്ടന്മാരെ കൊന്നിട്ട് കൃതയുഗത്തിലേക്ക് മനുഷ്യനെ കൊണ്ടുപോകും. അങ്ങനെ മനുഷ്യന് ജീവിക്കാൻ ഏറ്റവും പ്രയാസമുള്ള കാലം വൈശ്വത മന്വന്തരത്തിലെ കലിയുഗം. അന്നാണ് ഗ്രഹപ്പഴയ്ക്ക് നിങ്ങളെ ഞാൻ ഈ ഭൂമി ജനിച്ചത്. അപ്പോൾ ഈ കലിയുഗം കഴിയുമ്പോൾ വൈശ്വത മന്വന്തരം കഴിയും. ഇനി എന്താണ്, എവിടെയാണ് മനുഷ്യൻ ജീവിക്കാൻ പോകുന്നത്? വേദവ്യാസം പറയുന്നു, അടുത്ത മന്വന്തരം റാസ അൽഗതി എന്ന നക്ഷത്രത്തിൻ്റെ മുതലാണ്. തൃക്കേട്ട നക്ഷത്രത്തിൻ്റെ സിസ്റ്റത്തിലാണ് മനുഷ്യൻ അടുത്ത മന്വന്തരത്തിൽ വരാൻ പോകുന്നത്. സോളാർ സിസ്റ്റത്തിലെ മനുഷ്യൻ്റെ ഇടപാട് കഴിയും. പുടനും പിടിനും എല്ലാം കൂടെ ആറ്റം പോയിട്ട് എല്ലാത്തിനും ഇടപാട് കഴിച്ച് ഇവിടെ മനുഷ്യൻ ജീവിക്കാനൊക്കെ പരുവാക്കും ന്യൂക്ലിയർ വാർ കഴിയുമ്പോൾ. അതുകൊണ്ട് വളരെ അടുത്ത മന്വന്തരം വരും. അപ്പോൾ ഈ മന്വന്തരാണി എന്ന് പറഞ്ഞാൽ അത് കോസ്മോളജി എന്ന് പറയുന്ന സംഭവമാണ്. കോസ്മോളജി ഇംഗ്ലീഷിൽ പറഞ്ഞത്. പിന്നെ വംശാനുചരിതം, ഒരു കുടുംബം എങ്ങനെ മാറി വേറൊരു കുടുംബമായിട്ട് മാറി. അപ്പോൾ നമ്മുടെ ഋഗ്വേദത്തിലെ ദാസറാക്കി യുദ്ധം ജയിച്ച രാജാവാണ് സുദാസ്. സുദാസിൻ്റെ രാജവംശമാണ് ഭരത രാജവംശം. ഭരത രാജവംശം ഭരിച്ചുകൊണ്ടാണ് ഇന്ത്യക്ക് ഭാരതം എന്ന് പേരുണ്ടായത്. ഉത്തരം സന്ദ്രസ്യ ഹിമാലയ ചൈവ ദക്ഷിണം ഭാരതീയത്ര സന്തതി. ഭരതൻ്റെ രാജകുടുംബം ജീവിച്ചിരുന്നതാണ്. ഈ ഭരതൻ സുദാസ് യുദ്ധം ജയിച്ച ശേഷം പരാജയപ്പെട്ട പൂരു രാജാവിൻ്റെ മകളെ കല്യാണം കഴിച്ചു. അങ്ങനെ ഈ ഭരതകുലവും പൂരുകുലവും കൂടെ ഒന്നായപ്പം കുരുവംശമായി. കുരു, അതിലുണ്ടായ മകനാണ് കുരു. കുരുവംശത്തിലെ ആണ് കൗരവന്മാരും പാണ്ഡവന്മാരും ജനിക്കുന്നത്. അതിൽ കൗരവന്മാരെല്ലാം മരിച്ചിട്ട് പാണ്ഡവരാണ് പിന്തുടരുന്നത്. പാണ്ഡു കുന്തി ദേവിയെ കല്യാണം കഴിച്ചപ്പോൾ അത് കുരു യദു രാജവംശമായി. പിന്നെ ഒരു കുരു യദു പാഞ്ചാല രാജവംശമായി പാഞ്ചാലയെ കിട്ടിയപ്പോൾ. പക്ഷെ പാഞ്ചാലയുടെ 5 മക്കൾ മഹാഭാരതത്തിൽ കൊല്ലപ്പെട്ടു. അതുകൊണ്ട് അവിടെ പിന്തുടർച്ച ഉണ്ടായില്ല. പിന്നെ അഭിമന്യുവിന് ഉത്തരയിലുണ്ടായ കുട്ടി പരീക്ഷിത് രാജാവായി. അപ്പോഴേക്കും അതെന്തായി? കുരു യദു പാഞ്ചാല വിരാട രാജവംശമായി മാറി. അപ്പോൾ ഈ രാജവംശങ്ങളിങ്ങനെ മാറുന്നു. അതാണ് ഈ വംശാനുചരിതം. ഇംഗ്ലീഷിൽ പറഞ്ഞ ജീനിയോളജി എന്നാണ്. അപ്പോൾ എന്താണ് പുരാണം എന്ന് ചോദിച്ചാൽ സർഗഞ്ച പ്രതിസർഗഞ്ച വംശോ മന്വന്തരാണി വംശാനുചരിതം ചൈവ പുരാണോ പഞ്ചലക്ഷണം. അതായത് കോസ്മോഗണി, ക്രോണോളജി, കോസ്മോളജി, ജീനിയോളജി, ഈ 4 ചേർന്നാണ് പുരാണം. ഈ പുരാണങ്ങൾ 18 അതിൽ 17-ാമത്തെ പുരാണമാണ് ബ്രഹ്മാണ്ഡ പുരാണം. ആ ബ്രഹ്മാണ്ഡ പുരാണമാണ് ഈ ക്ഷേത്രത്തിൽ ഈ ആഴ്ച ഡിസ്കസ് ചെയ്യുന്നത്. എന്താണ് ഈ ബ്രഹ്മാണ്ഡ പുരാണം? ബ്രഹ്മാണ്ഡ പുരാണം എന്ന് പറഞ്ഞാൽ ഈ ബ്രഹ്മം എങ്ങനെ ഉണ്ടായി എന്ന് വിശദീകരിക്കുകയാണ്. 12,000 ശ്ലോകങ്ങളാണ് ബ്രഹ്മാണ്ഡ പുരാണത്തിലുള്ളത്. അതിന് 4 ഭാഗങ്ങളാണ്. 4 ഭാഗം, 4 ഭാഗങ്ങളിലായി 71 അധ്യായമാണ്. 12,000 ശ്ലോകങ്ങളുള്ള 4 ഭാഗങ്ങളുള്ള 71 അധ്യായം. അതിലേറ്റവും ആദ്യം വരുന്നത് ഈ ബ്രഹ്മാണ്ഡം എങ്ങനെ ഉണ്ടായി എന്ന പ്രസിദ്ധമായ തിയറിയാണ്. അപ്പോൾ ശ്രീമദ് ഭാഗവതം എടുത്താൽ വിഷ്ണു ഭഗവാന്റെ 10 അവതാരമാണ്. മത്സ്യം, കൂർമ്മം, വരാഹം, നരസിംഹം, വാമനൻ, രാമോ രാമച്ച രാമ, കൃഷ്ണ, കൽക്കി. ദേവീഭാഗവതം എടുത്താലോ ഭഗവതിയുടെ ദശാവതാരം വരും. ശിവപുരാണം എടുത്താലോ പരമശിവന് 18 അവതാരമാണ്, അഷ്ടദശാവതാരങ്ങൾ. പരമശിവൻ്റെ 18 അവതാരമാണ് ശിവപുരാണത്തിൽ വരുന്നത്. പക്ഷേ ബ്രഹ്മാണ്ഡ പുരാണത്തിൽ വംശാവലി എടുക്കുന്നതിന് പകരം ആദ്യം പ്രപഞ്ചം എങ്ങനെ ഉണ്ടായി അത് വായിക്കുമ്പോൾ നമ്മൾ അമ്പരന്ന് പോവാണ്. 17-ാം നൂറ്റാണ്ട് വരെ മനുഷ്യൻ ധരിച്ചു വെച്ചിരുന്നത് ഭൂമിയാണ് പ്രപഞ്ചത്തിൻ്റെ സെൻറ്റർ, ബാക്കി സൂര്യൻ ഉൾപ്പെടെയെല്ലാം നമ്മുടെ ചുറ്റും കറങ്ങുന്നതാണെന്ന് വിശ്വസിച്ച് വെച്ചിരുന്നത്. 1840 ആയപ്പോഴാണ് സോളാർ സിസ്റ്റത്തിന് അപ്പുറത്ത് നക്ഷത്രങ്ങളുണ്ടെന്നും അത് എണ്ണത്തിൽ വളരെ പെരുക്കമാണെന്നും മനസ്സിലായത്. അതിനു മുമ്പ് ബാബിലോണിയൻസ് 12 നക്ഷത്രങ്ങളെപ്പറ്റി അറിഞ്ഞിരുന്നു. 12 നക്ഷത്രം.
അതിൽ സൂര്യഭഗവാന്റെ ഗ്രഹങ്ങൾ 6 എന്നാണ് ബാബിലോണിയക്കാർ ഈജിപ്തുകാരും വിശ്വസിച്ചിരുന്നത്. ബുധൻ, ശുക്രൻ, ഭൂമി, ചൊവ്വ, വ്യാഴം വരെ 6 ഗ്രഹങ്ങളെ ഈജിപ്തുകാർക്ക് അറിയായിരുന്നു, ബാബിലോണിയക്കാർക്ക് അറിയായിരുന്നു. പക്ഷേ ഇന്ത്യക്കാർ അതിനപ്പുറത്തുള്ള യുറാനസ്, നെപ്റ്റ്യൂൺ ആൻഡ് പ്ലൂട്ടോയെ മനുഷ്യൻ കണ്ടെത്തിയത് 1913 പക്ഷെ ഇന്ത്യയിലെ ബ്രഹ്മാണ്ഡ പുരാണത്തിൽ 4000 വർഷത്തിന് മുമ്പ് മനുഷ്യൻ കണ്ടുപിടിച്ചിരുന്നു വ്യാഴത്തിനപ്പുറത്ത്, ശനിക്കപ്പുറത്ത് ഗ്രഹങ്ങളുണ്ട്. ബുധൻ, ശുക്രൻ, ഭൂമി, ചൊവ്വ, വ്യാഴം, ശനി. അതുവരെ 6 മറ്റ് സംസ്കാരങ്ങൾക്ക് അറിയായിരുന്നു. പക്ഷെ നമ്മൾ പറഞ്ഞു കണ്ടകൻ, സമരസൻ, ബ്രഹ്മസൂരി, യുറാനസ്, നെപ്റ്റ്യൂൺ, പ്ലൂട്ടോ 9 ഗ്രഹമുണ്ടെന്ന് കൃത്യമായിട്ട് പറഞ്ഞു. പ്രപഞ്ചം എങ്ങനെ ഉണ്ടായി എന്നുള്ളതിനെപ്പറ്റി ബ്രഹ്മാണ്ഡ പുരാണം പറയുകയാണ്. ആദ്യം ഒരണ്ടം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അത് പിന്നെ 2ആയി സ്പ്ലിറ്റ് ചെയ്തു. അതിനുശേഷം അത് 50 കോടി ആദിത്യന്മാരെ പുറപ്പെടുവിച്ചു. 50 കോടി സ്റ്റാർസിനെ, നക്ഷത്രങ്ങളെ പ്രൊഡ്യൂസ് ചെയ്യിച്ചു. അങ്ങനെ പ്രപഞ്ചം എന്ന വിശാലമായ സംഭവം ഉണ്ടാവുകയാണ്. ലോകത്തിൽ 1584 വരെ മനുഷ്യൻ ധരിച്ചിരുന്നു ഭൂമി പരന്നതാണ്. ഭൂമിയുടെ അറ്റങ്ങളോളം പോയി സുവിശേഷം ഘോഷിക്കാൻ പറഞ്ഞു. ഭൂമി പരന്നാണ് വിശ്വസിച്ചത്. പക്ഷേ 4000 കൊല്ലത്തിന് മുമ്പ് ബ്രഹ്മാണ്ഡ പുരാണം പറയുന്നു പ്രപഞ്ചവും നക്ഷത്രങ്ങൾ ഭൂമിയും അണ്ടത്തിൻ്റെ ഷേപ്പാണ്. ഓവൽ റൗണ്ട് ഷേപ്പ്, ഗോളം. ഭൂമി ഉരുണ്ടതാണ്, അത് അണ്ടത്തിൻ്റെ ഷേപ്പാണ്, അത് ഗ്ലോബൽ ഷേപ്പാണെന്ന് ബ്രഹ്മാണ്ഡ പുരാണം പറഞ്ഞു. ഇത് സായിപ്പ് മനസ്സിലാക്കിയിട്ട് 260 കൊല്ലം ആയിട്ടുള്ളൂ. 4000 കൊല്ലത്തിന് മുമ്പ് കൃത്യമായി ബ്രഹ്മാണ്ഡ പുരാണം പറഞ്ഞു ഭൂമിയും സൂര്യനും ഒക്കെ ഉരുണ്ടതാണ്, അണ്ടമാണ്, ബ്രഹ്മാണ്ഡമാണ്. അതിൻ്റെ ഗോളാകൃതിയെപ്പറ്റി ബ്രഹ്മാണ്ഡ പുരാണം കൃത്യമായി പറഞ്ഞു. ഭൂഗോളം, ഭൂമി ഒരു ഗോളമാണ്. ഭൂമി പരന്നൊന്നല്ല, ഭൂമി ഗോളം. സൂര്യഗോളം, സൂര്യൻ ഉരുണ്ടതാണ്, അല്ലാതെ പരന്നിരിക്കുകയല്ല. ചന്ദ്രഗോളം, ചന്ദ്രൻ ഉരുണ്ട ഒരു ഗോളമാണ്. ലോകത്തിൽ ഒരു ജനവും പറഞ്ഞില്ല ഭൂമി ഉരുണ്ടതാണെന്ന്, സൂര്യൻ ഉരുണ്ടതാണെന്ന്, ചന്ദ്രൻ ഉരുണ്ടതാണെന്ന്. നമ്മൾ കൃത്യമായിട്ട് പറഞ്ഞു ഭൂഗോളം, സൂര്യഗോളം, ചന്ദ്രഗോളം. ഭൂമിയിലെ മറ്റ് ആളുകൾക്ക് 6 ഗ്രഹം അറിയാനുള്ളതാണ്, നമുക്ക് 9 ഗ്രഹം അറിയായിരുന്നു. മറ്റ് സ്ഥലങ്ങളിൽ 12 നക്ഷത്രങ്ങളെ പറ്റി അറിയായിരുന്നു. നമ്മളെന്ത് ചെയ്തു? ഏറ്റവും അടുത്തുള്ള 28 നക്ഷത്രങ്ങളെ വെച്ചിട്ടാണ്, 27 നക്ഷത്രം വെച്ച് നമ്മൾ കൃത്യമായിട്ട് അങ്ങോട്ട് ഗ്രഹങ്ങളെ ഉണ്ടാക്കി. അശ്വതി, ഭരണി, മീനം, പൂരം, പൂരാടം, തൃക്കേട്ട, 27 നക്ഷത്രത്തിൽ എല്ലാ മനുഷ്യൻ്റെ ജനനം ഏത് നക്ഷത്രത്തിലാണോ അത് വെച്ചിട്ട് ജാതകം എഴുതി ഉണ്ടാക്കി. പിന്നെ അവിടെ വരെ പോകുന്നു കണക്കാക്കിയവർ. പക്ഷേ നമ്മളെന്ത് ചെയ്തു? ആ അണ്ടം അങ്ങോട്ട് പിളർന്ന് അതങ്ങോട്ട് എക്സ്പാൻഡ് ചെയ്തിട്ട് 50 കോടി സൂര്യന്മാരുണ്ട് എന്ന് ബ്രഹ്മാണ്ഡപുരാണം കൃത്യമായി പറയുന്നു. ഇതാണ് 1860 ഹാലി പ്രസിദ്ധമായ തിയറി പറഞ്ഞത്. ബിഗ് ബാങ് എക്സ്പ്ലോഷൻ, പ്രപഞ്ചം ഉണ്ടായത് വലിയൊരു പൊട്ടിത്തെറിയിലൂടെയാണ്. അങ്ങനെ ആദ്യം ഉണ്ടായിരുന്ന ഒരു സെൻട്രൽ ഭാഗത്തെ ബിഗ് ബാങ് തിയറി 4000 കൊല്ലത്തിന് മുമ്പ് വേദവ്യാസൻ ബ്രഹ്മാണ്ഡ പുരാണത്തിൽ കറക്റ്റ് എഴുതി വച്ചിരിക്കുകയാണ്. കറക്റ്റ്. 12 ഗ്രഹം മാത്രം ഉണ്ടെന്ന് വിശ്വസിച്ച സായിപ്പിൻ്റെ കാലത്ത് കോടി ആദിത്യന്മാർ, സൂര്യൻ പറയാണ് 50 കോടി. ഇനി ഇത് എണ്ണാൻ വേണ്ടി ബ്രഹ്മാണ്ഡ പുരാണം ഒരു കണക്കുണ്ടാക്കി. പാശ്ചാത്യ ദേശത്ത് അവൻ എണ്ണി മില്യൺ 10 ലക്ഷം, ബില്യൺ 1000 ലക്ഷം, ട്രില്യൺ, പിന്നെ ക്വാഡ്രില്യൺ, സെക്സ്റ്റില്യൺ, ഇങ്ങനെ ഒന്ന് കഴിഞ്ഞ് 12 പൂജ്യമുള്ള വരെ എണ്ണാൻ സായിപ്പ് പഠിച്ചു. നോണില്യൺ, സെക്സ്റ്റില്യൺ, നോണില്യൺ, ഒക്ടില്യൺ, ഇങ്ങനെ ഡെസിലിയൻ, അവിടം വരെ അവൻ പഠിച്ചു. ഒന്ന് കഴിഞ്ഞാൽ 12 പൂജ്യം. ഇന്ത്യക്കാർ എണ്ണാൻ പഠിച്ച ശേഷം ശംഖ്, മഹാശംഖ് തൊട്ടങ്ങ് വെള്ളം വരെ കണ്ടുപിടിച്ചു. വെള്ളം വരെ ഒന്ന് കഴിഞ്ഞ് 50 പൂജ്യം ഇടുന്ന 50 സീറോസ് ഇടുന്നവരെ ഹിന്ദുക്കൾ എണ്ണി. ലോകത്തിൽ ഒരു ജനത്തെയും പറ്റിയിട്ടില്ല. ഈജിപ്തുകാർക്ക് പറ്റില്ല, ബാബിലോൺകാർക്ക് പറ്റില്ല, ഒരു സംസ്കാരത്തിനും പറ്റില്ല. അവനൊക്കെ ഒന്ന് കഴിഞ്ഞ് 12 പൂജ്യം വരെ എണ്ണിയുള്ളൂ. പക്ഷേ
ഇന്ത്യക്കാർ 1 കഴിഞ്ഞ് 50 പൂജ്യം ഇടുന്ന അക്കം കണ്ടുപിടിച്ചു. വെള്ളം എന്തിനാ കണ്ടുപിടിച്ചെന്നറിയാമോ? ബ്രഹ്മാണ്ഡ പുരാണത്തിലെ നക്ഷത്രങ്ങളെ എണ്ണാൻ വേണ്ടി. അങ്ങനെ 1⁻⁵ അത്രയും നക്ഷത്രമാണെന്ന് കണ്ടുപിടിച്ചു. ലോകത്തിൽ ആർക്കും കണ്ടുപിടിക്കാൻ പറ്റാത്ത പ്രപഞ്ചത്തിൻ്റെ ബിഗ് ബാങ് തിയറി ബ്രഹ്മാണ്ഡ പുരാണത്തിൽ എഴുതി. ലോകത്തിൽ ആദ്യമായി 12 നക്ഷത്രങ്ങൾക്കപ്പുറത്ത് 50 കോടി നക്ഷത്രങ്ങളെ ബ്രഹ്മാണ്ഡ പുരാണം കണ്ടെത്തി. ആ ബ്രഹ്മാണ്ഡ പുരാണം പ്രപഞ്ചം എങ്ങനെ ഉണ്ടായി എന്നുള്ള തിയറി ലോകത്തിൽ ആർക്കും പറയാൻ പറ്റാത്ത കാലത്ത് കറക്റ്റ് പറഞ്ഞത് ബ്രഹ്മാണ്ഡ പുരാണമാണ്. 18 പുരാണങ്ങൾ ബ്രഹ്മാണ്ഡ പുരാണം. ആ നക്ഷത്രങ്ങൾ യാത്ര ചെയ്യുന്നു, എൻ്റെ ഗ്രഹങ്ങളെങ്ങനെ യാത്ര ചെയ്യുന്നു കൃത്യമായി ബ്രഹ്മാണ്ഡ പുരാണത്തിൽ പറയുന്നുണ്ട്. ആ ബ്രഹ്മാണ്ഡ പുരാണത്തിൽ ആദ്യമായി വിരാട പുരുഷൻ ജനിക്കുകയാണ്. വിരാട പുരുഷൻ അനാഥ ബാലനായിരുന്നു. അങ്ങനെ അനാഥ ബാലൻ ആഹാരത്തിനോട് ദാഹിക്കുന്ന നിങ്ങളുടെ ബ്രഹ്മാണ്ഡ പുരാണം വായിച്ച് നിങ്ങളെ കേൾപ്പിച്ചുള്ള നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, ഞാനത് വീണ്ടും പറയേണ്ട ആവശ്യമില്ല. അങ്ങനെ വിരാട് പുരുഷനെ തുടങ്ങി ഭൂമിയും നക്ഷത്രഗ്രഹങ്ങളൊക്കെ ഉണ്ടായി, ആദിത്യന്മാരുണ്ടായി, അവസാനം പ്രപഞ്ചം ഉണ്ടായി. അതിനകത്ത് മനുവിൻ്റെ മത്സ്യാവതാരം കഴിഞ്ഞ് മനു ഉണ്ടാവുന്നു. ആ മനുവിൽ നിന്ന് മനുഷ്യൻ്റെ വംശപരമ്പര ഉണ്ടാവുന്നു. ദേവന്മാരും അസുരന്മാരും ദാനവന്മാരും ഉള്ള മനുഷ്യൻ്റെ 12 തരം മനുഷ്യർ ഉണ്ടാവുന്നു മനുവിൻ്റെ സന്ധി പരമ്പരകളായിട്ട്. അപ്പോൾ ലോകത്തിൽ മറ്റൊരു രാജ്യത്തിനോ മറ്റൊരു സംസ്കാരത്തിനോ കണ്ടെത്താൻ പറ്റാത്ത പ്രപഞ്ചത്തിൻ്റെ ഉത്ഭവമായ ബിഗ് ബാങ് തിയറിയും സൂര്യനും ഭൂമിയും ചന്ദ്രനും ഗോളങ്ങളാണെന്ന കണ്ടുപിടുത്തവും, പരന്നല്ല ഗോളമാണെന്നുള്ള കണ്ടുപിടുത്തവും, അത് അണ്ടത്തിൻ്റെ ഷേപ്പിലാണ്, ഓവൽ ഷേപ്പിലാണ് എന്ന് കണ്ടെത്തുകയും 50 കോടി നക്ഷത്രങ്ങളെയും 64,000 ഡിഫറെൻ്റ് പ്രപഞ്ചങ്ങളെയും കൃത്യമായിട്ട് കണ്ടെത്തി. ഭൂമിക്ക് മുകളിൽ 7 സ്വർഗങ്ങളെയും ഭൂമിക്ക് താഴെയുള്ള പാതാള ലോകങ്ങളെയും 7 കൃത്യമായിട്ട് കണ്ടെത്തി. അതിലം വിതലം സുതൽ ഉൾപ്പെടെ 7 ബോഡീസ് അപ്പർ, 7 ബോഡി ഡൗൺവേർഡ്, പിന്നെ ഭൂമി, അങ്ങനെ 16 എണ്ണമുള്ള ഒരു സ്ട്രക്ചർ കണ്ടെത്തി. ഇത് ലോകത്തിൽ ആർക്കും കണ്ടെത്താൻ പറ്റാത്ത അത്ഭുതമായിരുന്നു. ശാസ്ത്രം 200-200 വർഷത്തിന് മുമ്പ് കണ്ടെത്തിയ സാധനം 4000 കൊല്ലത്തിന് മുമ്പ് ബ്രഹ്മാണ്ഡ പുരാണം കൃത്യമായി പറഞ്ഞിരിക്കുകയാണ്. ആ ബ്രഹ്മാണ്ഡ പുരാണത്തിൽ വളരെ ശ്രദ്ധേയമായി മനസ്സിലാക്കേണ്ട ചില കാര്യമുണ്ട്. അതിൽ ഇന്ത്യയിലെ ക്ഷേത്രങ്ങൾ, പ്രധാനപ്പെട്ട ക്ഷേത്രം എങ്ങനെയാണ്, ഇന്ത്യയിലെ പ്രധാനപ്പെട്ട ക്ഷേത്രങ്ങളുടെ പ്രത്യേകത എന്താണ് തുടങ്ങിയ ഒരു ക്ഷേത്ര വർണ്ണന ബ്രഹ്മാണ്ഡ പുരാണത്തിൻ്റെ ഭാഗമാണ്. അവിടെയാണ് ഈ ക്ഷേത്ര സങ്കല്പം കൃത്യമായിട്ട് മനസ്സിലാകുന്നത്. കാവും കോവിലും അമ്പലവും കഴിഞ്ഞ് ക്ഷേത്രം എങ്ങനെ ഇരിക്കണം എന്നുള്ള സങ്കല്പം. അതിൽ എന്നെ ഏറ്റവും അത്ഭുതപ്പെടുത്തിയത് കാശിയിലെ പ്രസിദ്ധമായ ക്ഷേത്രം, ത്രിവേണി സംഗമത്തിലെ പ്രസിദ്ധമായ ക്ഷേത്രം, വിശ്വാസ ക്ഷേത്രത്തിന് മുന്നോടിയായിട്ടുള്ള ക്ഷേത്രം ഉൾപ്പെട്ട 12 ക്ഷേത്രങ്ങളുടെ ചരിത്രം പറയുന്നുണ്ട്. ആ ബ്രഹ്മാണ്ഡ പുരാണം വായിക്കുമ്പോഴാണ് ഒരു ക്ഷേത്രം എങ്ങനെ പണിയണമെന്ന് നിങ്ങൾക്ക് എനിക്ക് മനസ്സിലാകുന്നത്. വളരെ ഗംഭീരമായ പഠനമാണ്.